بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بسم الله الرحمن الرحيم إن الله وملائكته يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما ഏറ്റവും ആദരവും സ്നേഹവുമുള്ള പണ്ഡിതന്മാരെ, സാദാത്തുക്കൾ, ഇവിടെ പഠിച്ചുകൂടിയിട്ടുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരികളെ, നാം വളരെ ഒരു ധന്യമായ ഒരു മുഹൂർത്തത്തിലാണ് സാക്ഷിയായിട്ടുള്ളത്. വളരെ നിഷ്പക്ഷമായി നമ്മുടെ മനസ്സിനെ ഒന്ന് ഈ വേദിയിലേക്ക് കേന്ദ്രീകരിക്കാൻ വേണ്ടി ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. എല്ലാ ചിന്തകളെയും, മനസ്സിലുള്ള എല്ലാ ഉദ്ദേശങ്ങളെയും എല്ലാം മാറ്റിവെച്ച് വളരെ ആത്മാർത്ഥതയോടെ ഈ വേദിയിൽ ഉപവിഷ്ടരായിട്ടുള്ള ആശിഖുർ റസൂൽ അസ്സയ്യിദ് ഹബീബുല്ലാഹ് തങ്ങൾ അൽ ജിസ്തി അൽ അജ്മീരി ഹഫിളഹുല്ലാഹു വറആഹ്, അല്ലാഹു ആരോഗ്യവും ആഫിയത്തും നൽകുമാറാവട്ടെ. ആ മഹാന്മാരുടെ, ആ മഹാനവരുകളുടെ ആ പ്രഭേറിയ മുഖത്തിലേക്ക് നിങ്ങൾ നോക്കുക എന്റെ സഹോദരന്മാരെ. ആ മുഖത്തിൽ നിന്ന് വിളിച്ചോതുന്ന ആത്മീയമായ ചൈതന്യം പാവപ്പെട്ട സാധുക്കളായ ഞങ്ങൾക്ക് ഈ അവസരത്തിൽ ശ്രവിക്കാനും കാണാനും അവസരം തന്ന റബ്ബിനെ നാം ഏവരോരുത്തരും സ്തുതിക്കുക, എല്ലാവരും പറയുക അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. എന്താണ് ഇത്ര ഗൗരവത്തോടെ പറയാൻ കാരണം? ഇന്ത്യയിലേക്ക് ഇസ്ലാമിക ദൗത്യം നിർവഹിക്കുന്നതിന് വേണ്ടി അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയമായ നിർദ്ദേശം മാറ്റി ഏറ്റുവാങ്ങിയ സുൽത്താനുൽ ഹിന്ദ് ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അൽ അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനല്ലാഹു ബിഹി വബിഅസ്വാജിഹി വബിദുർരിയതിഹി യാ അർഹമർ റഹീമീൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിർദ്ദേശം മാറ്റി ഏറ്റുവാങ്ങി ഇന്ത്യയുടെ അജ്മീർ എന്ന പ്രദേശത്തിലേക്ക് ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആത്മീയ ചൈതന്യത്തിന്റെ ഒരു പ്രഭയെ അയച്ചു കൊടുത്ത് നിങ്ങൾക്കറിയാം. ആ ഏറ്റവും വലിയ ഇന്ത്യയുടെ സുൽത്താനുൽ ഹിന്ദ്, ഇന്ത്യയുടെ നേതാവ്, ഇന്ത്യയുടെ പ്രസിഡന്റ് എന്ന നാമത്തിൽ അറിയപ്പെടുന്ന ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു തങ്ങൾ, നിങ്ങൾക്കറിയില്ലേ, ഇന്ത്യയുടെ ഭരണത്തിന്റെ ആ ചേംബറിലേക്ക് കടന്നു വരുന്ന എല്ലാ നേതാക്കളും ഇന്നുവരെ ഖാജാ തങ്ങളുടെ സാന്നിധ്യത്തിൽ പോയി സാദരം അർപ്പിച്ചിട്ടല്ലാതെ അധികാര ചങ്ങലിൽ വേണ്ടതുപോലെ ഇരുന്നിട്ടില്ല എന്നത് ഇന്ത്യയുടെ ചരിത്രമാണ്. ഇന്ത്യയുടെ ചരിത്രമാണ്. എങ്കിൽ എല്ലാ മതസ്ഥരും ഹിന്ദു എന്നില്ലാതെ, ക്രിസ്ത്യൻ എന്നില്ലാതെ, മുസൽമാൻ എന്നില്ലാതെ സർവമതസ്ഥരും ഇന്ത്യയുടെ ഭരണകൂടത്തിൽ ഇരുന്നാൽ പോലും അവർ പോലും അംഗീകരിച്ചു പോകുന്നു സുൽത്താനുൽ ഹിന്ദ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഖാജാ മുഈനുദ്ദീൻ ചിസ്തി അജ്മീരി ഖദ്ദസല്ലാഹു സിർറഹു. ഇതൊരു സത്യമാണ്. പത്രങ്ങൾ വായിച്ചവരാണ്. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. ആ അജ്മീർ ശരീഫിൽ അന്ത്യശ്രമം കൊള്ളുന്ന മഹാനവരുകളുടെ കുടുംബ പാരമ്പര്യത്തിലെ ഒരു കണ്ണിയാണ് സാധുക്കളായ ഞങ്ങൾക്ക് ഈ പ്രദേശത്തിലേക്ക് എത്തിപ്പിക്കാൻ കഴിഞ്ഞത് എങ്കിൽ ബഹുമാനപ്പെട്ട ആശിഖുർ റസൂൽ അസ്സയ്യിദ് ഹബീബുല്ലാഹ് തങ്ങൾ ഹഫിളഹുല്ലാഹു വറആഹു. പ്രിയപ്പെട്ടവരെ, ഒരു ചെറിയൊരു പ്രഭയാണോ അത്? ഒരിക്കലും അല്ല. നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട സാന്നിധ്യത്തിൽ ഈ കാണുന്ന സയ്യിദ് ഹബീബുല്ലാഹ് തങ്ങൾ അൽ ജിസ്തി അജ്മീരിയുടെ സാന്നിധ്യത്തിലേക്ക് ചെന്നാൽ സദസ്സിൽ പോയവരുണ്ടാകാം. ആ സദസ്സിൽ പോകുന്നവരെ എത്തിച്ചതായിരിക്കുന്ന നേതാക്കൾ വേദിയിലുണ്ട്. നിങ്ങൾക്കറിയോ, അജ്മീരിന്റെ സമീപത്തുള്ള ഹബീബ് നഗർ എന്ന് പറയുന്ന സ്ഥലത്തിലുള്ള ഒരു പള്ളിയിൽ, വിശാലമായ ഒരു
തങ്ങളവരുകൾ തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് ഹോസ്പിറ്റലുകളിൽ നിന്ന് ഡോക്ടർമാരെ കൈവെടിഞ്ഞു പോയ ഒരു നിലക്കും രക്ഷയില്ല എന്ന് വിട്ടയച്ചതായിരിക്കുന്ന 100 കണക്കിലുള്ള രോഗികളെ ഹോസ്പിറ്റലിൽ നിന്ന് ആംബുലൻസിലൂടെ കൊണ്ടുവരുന്നത് ആത്മീയമായ ഹോസ്പിറ്റലാകുന്ന സയ്യിദുനാ തങ്ങളുടെ സാന്നിധ്യത്തിലേക്കാണ്. ഇത് കണ്ടവർ നമ്മുടെ വേദിയിലുണ്ട്, ദൃക്സാക്ഷികളാണവർ. ആ സയ്യിദുനാ ഹബീബുല്ലാഹ് തങ്ങൾ ചിസ്തി മഹാനവറുകൾ അവിടുന്ന് ഊതിക്കൊടുക്കുന്ന ആ ഊത്തിന്റെ ഫലമായി, അദ്ദേഹം ഉപയോഗിക്കുന്ന ഒരു പേരയുടെ ബറക്കത്തിന്റെ ഫലമായി വിശിഷ്യ ഈ കാണുന്ന സയ്യിദുനാ ഹബീബുല്ലാഹ് തങ്ങൾ ചിസ്തി മഹാനവറുകളുടെ ശരീരത്തിൽ ഒലിക്കുന്ന രക്തം അത് സുൽത്താനുൽ ഹിന്ദ് ഖാജാ തങ്ങളുടെ രക്തമാണ്. എങ്ങനെയാ ഖാജാ തങ്ങളുടെ രക്തം? ഖാജാ തങ്ങളുടെ ശരീരത്തിൽ ഒലിക്കുന്ന രക്തം ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ രക്തമാണ്. ആ നിലയ്ക്ക് കണക്ഷനുള്ള ഒരു മഹാവ്യക്തിത്വത്തെ വളരെ പാവപ്പെട്ടവർ ജീവിക്കുന്ന ഈ ഒരു പ്രദേശത്തിലേക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നൽകിയെങ്കിൽ നമുക്ക് പറയാം ഇത് അല്ലാഹു നൽകിയ ഒരു സമ്മാനമാണ്. അൽ മദീനത്തുൽ മുനവ്വറ എന്ന മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി അല്ലാഹു നൽകിയ അംഗീകാരമായി, അല്ലാഹു നൽകിയ സമ്മാനമായി ബഹുമാനപ്പെട്ട സയ്യിദുനാ ആശിഖുർ റസൂൽ സാദാത്ത് തങ്ങളവറുകളെ സാധുക്കളായ ഞങ്ങൾ കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അങ്ങാടിയിലെ ചുറ്റിക്കറങ്ങുന്നവരെ, ഈ സമയപ്പോലും നാം നഷ്ടപ്പെടുത്തി കഴിഞ്ഞാൽ നമുക്കെവിടെയാണ് തീരായിട്ടുള്ള ബന്ധം? നമുക്കെവിടെയാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിട്ടുള്ള ബന്ധം? എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഒരു സയ്യിദുന സാദാത്ത് തങ്ങളെ ഹബീബുല്ലാഹ് ചിസ്തി അൽ അജ്മീരി മഹാനവറുകളെ ഈ പ്രദേശത്തിലേക്ക് ഒന്ന് ക്ഷണിക്കണമെന്ന് സാധുക്കളായ ഞങ്ങളും ഈ സ്ഥാപനത്തിന് നേതൃത്വം നൽകുന്ന നേതാക്കളും ആഗ്രഹിക്കുന്നത് 2 വർഷത്തോളമായി. പക്ഷേ അല്ലാഹുവിന്റെ ഖലാവും അല്ലാഹുവിന്റെ തീരുമാനവും ഈ അവസരത്തിൽ ലഭ്യമായി കഴിഞ്ഞു. അൽഹംദുലില്ലാഹി സുമ്മ അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടെ കാണണം. നമുക്ക് ആത്മീയമായ ചൈതന്യമാണ് ഈ കാണുന്ന വലിയ ഭവ. മാത്രമല്ല, ഈ തടിച്ചൂടിയ ആയിരങ്ങൾ ശാരീരികമായും മാനസികമായും എല്ലാ രംഗങ്ങളിലും തളർന്ന തരിപ്പണമായ മനസ്സുകളാണ്. എത്ര പ്രശ്നങ്ങളുള്ളവരുണ്ട്. എന്റെ പ്രശ്നങ്ങളിലുള്ള എന്റെ കൂട്ടുകാരെ, എന്റെ ഉമ്മമാരെ, നമ്മുടെ ശാരീരികവും മാനസികവുമായ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരം ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങളുടെ സാന്നിധ്യത്തിൽ ഇവിടെ മറപ്പെട്ട് കിടക്കുന്ന മഹാന്മാരുടെ ആത്മീയമായ ചൈതന്യം കൊണ്ട് അല്ലാഹു തആല സഫലീകരിച്ചു തരും. അല്ലാഹുവേ, നീ സഫലീകരിച്ചു തരണേ അല്ലാഹ്, നീ എല്ലാം പൂർത്തീകരിച്ചു തരണേ അല്ലാഹ്. ഇവിടെ സയ്യിദുനാ തങ്ങൾ ദുആ ചെയ്യുന്നത് ഒരു കാരണമാണ്, എല്ലാം ഒരു കാരണമാണ്. എല്ലാ രോഗങ്ങൾക്കും ചികിത്സ നൽകാൻ ഇവിടെ ഡോക്ടർമാരുണ്ട്. ഡോക്ടർമാർ ഒരു കാരണമാണ്. ഇവിടെ രോഗം ശമശാക്കുന്നവൻ അല്ലാഹുവാണ്. അതുപോലെ ബിൽഡിംഗ് നിർമ്മിക്കുന്നത് അതിന്റെ പണിക്കാരാണ്, എഞ്ചിനീയർമാരാണ്. പക്ഷേ എഞ്ചിനീയർമാരും പണിക്കാരും കാരണക്കാരാണ്. അതുപോലെ ശബ്ദിക്കുന്നതായ ഞാൻ ഇവിടെ ശബ്ദിക്കുകയാണ്, ഇവിടെ പ്രസംഗിക്കുകയാണ്. പക്ഷേ ഈ പ്രസംഗിക്കുന്നത് ഒരു കാരണമാണ്. എല്ലാം റബ്ബുൽ ഇസ്സത്തിന്റെ ശക്തിയാണ്. ആ ശക്തി കാരണത്താൽ ഇൻഷാ അല്ലാഹ് സയ്യിദുനാ തങ്ങളുടെ ഹദ്റത്തിൽ നാം എന്തെല്ലാം കരുതിയോ അതെല്ലാം റബ്ബുൽ ഇസ്സത്ത് പൂർത്തീകരിച്ചു തരുമെന്ന ആത്മീയമായ വിശ്വാസമാണ് ഈ കാണുന്ന ആയിരങ്ങളെ ഈ നിലയ്ക്ക് മണിക്കൂറോളം ഇവിടെ നമുക്ക് കാത്തിരിക്കേണ്ടി വന്നത്. ബഹുമാനപ്പെട്ട ഹബീബുല്ലാഹ് ചിസ്തി തങ്ങളവറുകൾ നിങ്ങൾക്കറിയോ, 2-3 ദിവസം 4 ദിവസങ്ങളോളമായി അഹമ്മദാബാദിൽ ബഹുമാനപ്പെട്ട ഹബീബുല്ലാഹ് ചിസ്തി തങ്ങളുടെ ഉപ്പാപ്പമാരുടെ അവിടുത്തെ കുടുംബക്കാരുടെ ഉറൂസ് പരിപാടിയിൽ വളരെ ഉറക്കൊഴിച്ച് പ്രയാസപ്പെട്ട് ആയിരങ്ങൾക്ക് ആശീർവദിച്ചുകൊണ്ടിരിക്കുന്ന പരിപാടി അത് ഇന്നും അവസാനിച്ചിട്ടില്ല. പക്ഷേ വർഷങ്ങളോളമായി സയ്യിദുനാ തങ്ങളുടെ നേതൃത്വത്തിലുണ്ടായിരിക്കുന്ന ഉറൂസ് പരിപാടി
ഇന്ന് സുബഹി 8 മണി വരെ ആ പരിപാടി സംബന്ധിച്ച് ശേഷമതാ തന്റെ പൗത്രപുത്രനാകുന്ന ഹസൻ റസ അൽ ചിസ്തി തങ്ങളുടെ കയ്യിലേക്ക് ആശീർവാദം കൊടുത്തിട്ടാണ് ഇന്നത് അഹമ്മദാബാദിൽ നിന്ന് 2 മണിക്ക് ഫ്ലൈറ്റ് കയറി ബോംബെയിലേക്ക് യാത്ര തിരിച്ചു. ബോംബെയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരത്തിലേക്ക് 10 മണിക്ക് എത്തുകയാണ്. ഇത്രയും വിദൂരമായ കാടുകളൊക്കെ യാത്ര ചെയ്തു നമ്മുടെ സ്ഥലത്തിലേക്ക് എത്തിപ്പെട്ടതിന്റെ പേരിൽ ഹബീബുള്ള അൽ ചിസ്തി മഹാനവറുകൾക്ക് പറയേണ്ട സ്വാഗതത്തിന്റെ വാക്കുകൾ കാണുന്നില്ല. إنما نرحب لشيخنا الفاضل فضيلة الشيخ حبيب الله الجسري حفظه الله ورعاه. إنما نرحب ترحيبا حارا من أعماق قلوبنا بقدوم ضيوفنا المبارك في هذا المعهد في هذا المجلس المبارك المعظم. أيها السادات الكرام، إن هذه المعهد معهد قد أسس قبل 7 سنين برعاية العالم العلامة المشهور بحرفين من الإنجليز BTH الإبراهيم المدني الأستاذ. قد أسس قبل 7 سنين برعاية أستاذنا المبارك TH أستاذ. وبعد وفاته وبهذه المعهد قد جرى في ساداتنا وفي معهدنا هذا برعاية شيخنا الفاضل تاج العلماء السيد الرحمن البخاري، وكذا الشيخ الفاضل السيد الفضل قائمة البخاري، هكذا رئيسنا هذه الجامعة الشيخ فضيلة الشيخ السيد اسماعيل هادي التنقل، وكذا سائر العلماء والأمراء وهم يعملون لهذه المعهد هذه المعهد قد تعلم العلوم الدراسة والعلم الدنيوية والأخروية تقريبا 100 من الطلاب الأيتام والمساكين. إنما نرحب بقدوم هذا الشيخ الفضيلة، ندعو الله لنا وله بطول الأعمال بطول العافية بطول العمر يا رب العالمين. اللهم وفقه لما تحبه يا أرحم الراحمين. اللهم طول أعمارنا وأعماره يا رب العالمين مع الصحة والعافية لخدمة دينك الإسلام يا رب العالمين، بحق سيدنا المصطفى محمد صلى الله عليه وسلم وبسائر علماء والكرماء والنجباء والصالحين. പ്രിയമുള്ള സഹോദരന്മാരെ, ബഹുമാനപ്പെട്ടവരെത്തിക്കുന്നതിൽ വളരെ പ്രധാന പങ്കുവഹിച്ച ബഹുമാനപ്പെട്ട നമ്മുടെ KGN ഗരീബ് നവാസ് കോഴ്സിന്റെ എല്ലാമായിട്ടുള്ള ബഷീർ ഹാജി അവർകൾ ഗുരുവായൂരക്കരെ ഇൻഷാ അല്ലാഹ് അല്പം സമയം ഉറുദുവിൽ നമ്മോട് സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന് ഞാൻ പ്രത്യേകമായ സ്വാഗതം അറിയിക്കുകയാണ്. അതുപോലെ അതിന്റെ ചീഫ് അമീറായ നമ്മുടെ സ്ഥാപനത്തിന്റെ സാരഥിയുമായ ബേടപ്പു ഉസ്താദ് അവറുകൾ, അവർക്കും പ്രത്യേകമായി ഞാൻ സ്വാഗതം അറിയിക്കുകയാണ്. എന്റെ ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള എല്ലാ സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, മഹാനായ സയ്യിദുനാ തങ്ങളവറുകളെ നമുക്ക് ഈ അവസരത്തിൽ നോക്കാൻ കഴിഞ്ഞു. ഇൻഷാ അല്ലാഹ് അൽ മദീനത്തുൽ മുനവ്വറ സ്ഥാപനത്തിന്റെ കീഴിലായി ഞങ്ങൾ ഹജ്ജ്, ഉംറ, അജ്മീർ, മുത്തുപേട്ട ടൂർ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഉംറ പോകുന്നവർ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിലായി പോകാൻ ശ്രമിക്കണമെന്നും അജ്മീർ പോകുന്നവരും നിങ്ങൾ നമ്മുടെ ടൂറിലായി വന്നാൽ ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട സയ്യിദുനാ ഹബീബ് തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സൗകര്യം കൂടി നിങ്ങൾക്ക് ലഭിക്കും. അതുകൊണ്ട് ഈ ഒരു വലിയ ഒരു ഉപകാരം നിങ്ങളെല്ലാം കൈവശപ്പെടുത്തണമെന്ന്, അതിനെ ഉപകാരങ്ങൾ എടുക്കണമെന്ന് എന്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനം നിങ്ങൾക്ക് കാണാം. ഏതൊരു നാടിൽ വന്നവരുള്ളത് കൊണ്ടാണ് എനിക്ക് സ്ഥാപനത്തെ കുറിച്ച് 1-2 പറയാനുള്ളത്. നിങ്ങൾക്ക് കാണാവുന്ന ഈ സ്ഥാപനം അൽഹംദുലില്ലാഹ് 7 വർഷത്തിലേക്ക് കാലുവെച്ച ഒരു സംരംഭമാണ് ഈ തടിച്ചുകൂടിയ ഈ ഒരു അവസ്ഥ. 60ഓളം വരുന്ന യതീമായ അതുപോലെ മിസ്കീനുകളായ മക്കൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ക്യാമ്പസിൽ ഇൽമു പഠിച്ച്, ഭക്ഷണം കഴിച്ച്, വസ്ത്രം ധരിച്ച് സ്വന്തം വീടുകളെ പോലെ വളരെ സന്തോഷത്തോടെ കഴിയുകയാണ്. അതുപോലെ നമ്മുടെ സ്ഥാപനത്തിന്റെ കീഴിൽ ഹോം കെയർ എന്ന പദ്ധതിയിലൂടെ ഏകദേശം
ഒരു 30ഓളം വരുന്ന യതീമായ പെൺകിടാക്കള് നാം ദത്തെടുത്തിട്ടുണ്ട്. ആ മക്കൾക്ക് നാം എല്ലാ ചിലവും കൊടുക്കുകയാണ്, നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, നമ്മുടെ സ്ഥാപനത്തിന്റെ പ്രവർത്തനം ഇങ്ങനെയാണ്. 100ഓളം മക്കൾക്ക് ചെലവ് കൊടുക്കണം. അതോടൊപ്പം ഈ കാണുന്ന ബിൽഡിംഗിൽ ഒരു വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം പാവങ്ങൾക്ക് വേണ്ടിയാണ്. ഇൻഷാ അല്ലാഹ് നമ്മുടെ സ്ഥാപനത്തിന്റെ ഓരോ പദ്ധതികളും അത് ചേർന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അതിനുവേണ്ടി ശക്തിപ്പെടുത്താൻ ഇവിടെ തടിച്ചുകൂടി ആയിരങ്ങളോട് ഈ സ്ഥാപനത്തിന് വേണ്ടി ഞാൻ ആവശ്യപ്പെടുകയാണ്. എന്റെ പ്രിയപ്പെട്ട കാരണന്മാരെ, എന്റെ ചെറുപ്പക്കാരെ, എന്റെ സഹോദരന്മാരെ, സഹോദരികളെ, ഈ സയ്യിദുന തങ്ങളുടെ സാന്നിധ്യത്തിൽ നമുക്കൊന്ന് ദുആ ചെയ്യണം. എപ്രകാരമാണ് എല്ലാ നിലക്കുള്ള മനസ്സ് തുറന്ന് വളരെ ആത്മാർത്ഥമായി ഈ പാവപ്പെട്ട മക്കൾക്ക് വേണ്ടിയുള്ള സഹായഹസ്തങ്ങളാണ് നിങ്ങൾ നൽകേണ്ടത്. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. ഈ പരിപാടിക്ക് വലിയ ചെലവുണ്ട്, നിങ്ങൾക്കറിയാം. നിങ്ങളെപ്പോലത്തെ നല്ലവർ തന്ന സംഭാവനയല്ലാതെ ഒന്നും അല്ല. നിങ്ങൾക്ക് കാണാം, ഒരു മാസത്തിന് 2 ലക്ഷം രൂപ ഈ സ്ഥാപനത്തിന് ചെലവ് വരുന്നുണ്ട്. അത് നിങ്ങളെപ്പോലത്തെ നല്ലവരായ ആത്മാർത്ഥതയുള്ള വ്യക്തികളുടെ സഹായമല്ലാതെ സ്ഥായിയായ വരുമാനമൊന്നും നമുക്കിന്ന് വരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ കാണുന്നുണ്ടോ, ചെല്ലൊരു പള്ളിയാണ്. ആ പള്ളിയിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും നിസ്കരിക്കാനുള്ള വിശാലത ഇല്ലാത്തതുകൊണ്ട് മനപ്രയാസപ്പെടുന്ന കമ്മിറ്റി ഭാരവാഹികളാണ് ഈ പ്രദേശത്തിലുള്ളത്. അതുകൊണ്ട് അന്തസ്സായ പള്ളി വരണം, വിശാലമായ പള്ളി വരണം. അതുപോലെ ഈ മക്കൾ കിടക്കുന്ന സ്ഥലത്തിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ? ഒരു ചെറിയ ഹാളിൽ 60ഓളം മക്കൾ കിടക്കുകയാണ്. ഒന്ന് നെഞ്ഞത്തെ കൈവച്ച് ചിന്തിക്കണം. നമ്മുടെ വീടുകളിലെ റൂമുകളിൽ അന്തസ്സുള്ള കട്ടിലിട്ട് അന്തസ്സുള്ള പിരിപ്പ് പിരിച്ച് വളരെ ഫാനും തിരിഞ്ഞ് നല്ല സുഖകരമായി നമ്മുടെ മക്കൾ കഴിയുമ്പോൾ ഞങ്ങളെപ്പോലോത്ത മക്കളിൽ ബാപ്പമാര് മരണപ്പെട്ടു പോയ മക്കളിൽ രോഗകാലത്താൽ വിഷമിക്കുന്ന മക്കൾ, സാമ്പത്തികമായ കഴിവില്ലാതെ പ്രയാസപ്പെടുന്നവരുടെ മക്കൾ ഈ സ്ഥാപനത്തിന്റെ ഉള്ളിൽ അവർ കടക്കുന്നത് പ്രയാസപ്പെട്ടിട്ടാണ്. അതിന് വിശാലത കൂട്ടാൻ, അതിനൊന്ന് വിശാലപ്പെടുത്താൻ നമ്മുടെ സ്ഥാപനം സാരഥികളും ചിന്തിക്കുന്നുണ്ട്. എല്ലാത്തിനും ആശീർവാദം, ഈ പ്രവർത്തനത്തിന്റെ മുമ്പിലുള്ള ആശീർവാദം ഈ തടിച്ചുകൂടിയ ആയിരങ്ങൾ സാക്ഷി നിർത്തി ഞാൻ പറയട്ടെ, ഈ വളർച്ചയുടെയും ഉയർച്ചയുടെയും പിന്നെയുള്ള ശക്തി ഞങ്ങൾ കണ്ടെത്തുന്നത് ശൈഖുന വ മുർശിദുന വ ഖുദുവതുന താജുൽ ഉലമാ അസീർ അബ്ദുറഹ്മാൻ അൽ ബുഖാരി മഹാനവരുടെ ശക്തിയാണ്. അതുപോലെ സയ്യിദുന കൂറത്തുകളുടെ ശക്തിയാണ്. അതുപോലെ മുസ്ലിം ലോകത്തിന് ആത്മീയമായ ചൈതന്യം നൽകുന്ന ഖായിദുസ്സമാൻ സുൽത്താനുൽ ഉലമ കാന്തപുരം AP ഉസ്താദിന്റെ ശക്തിയാണ്. അതിന്റെ പിന്നിലാണ് ഈ സ്ഥാപനത്തിന്റെ ഓരോ സ്റ്റെപ്പുകളുമെന്ന് ഇതിന് മുമ്പ് പ്രഖ്യാപിച്ചതുപോലെ ഇൻഷാ അല്ലാഹ് മരണം വരെ, ഖിയാമത്ത് ദിവസം വരെ ഈ സ്ഥാപനത്തിന്റെ ഓരോ സ്റ്റെപ്പുകളും സയ്യിദുന താജുൽ ഉലമയുടെയും അതുപോലെ ഖായിദുസ്സമാൻ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെയും നേതൃത്വത്തിലാണ്. അതിന്റെ പിന്നിൽ ഉറച്ചു നിന്ന ആയിരക്കണക്കിനുള്ള സുന്നി പ്രവർത്തകരാണ് ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങളിലും അതിന്റെ ഉയർച്ചയിലും നിങ്ങളെപ്പോഴുമുള്ള സഹകരണം നമുക്ക് വേണ്ടതാണ്. നിങ്ങൾ തന്നിട്ടുണ്ട്, തരുന്നുണ്ട്, തരാൻ വേണ്ടിയുള്ള നിയത്ത് വെച്ചവരാണ് നിങ്ങൾ. ഇൻഷാ അല്ലാഹ് കൈമുസാഫഹത്ത് നടത്താറുണ്ട്. ആ സമയത്ത് നിങ്ങളുടെ കയ്യിലുള്ള നല്ല സംഭാവന ബഹുമാനപ്പെട്ട സീർ ഹബീബുല്ലാഹ് തങ്ങൾ ചിസ്തി അവറുകൾ മന്ദിരിച്ച് തരുന്ന ഇവിടെ തേനിവിടെ വിതരണം നടത്തുകയാണ്. മഹാനവരുകൾ ഊതിത്തരുന്ന തേന്, അതിന് ഇത്തര പൈസ എന്ന് പറയാൻ ലോകത്തിന് വില കെട്ടാൻ പറ്റിയ ഒറ്റ ഒരു സാധനവും സുന്നി മുസ്ലിമീങ്ങൾ കാണുന്നില്ല. അതിനുള്ള ശക്തി എന്താണെന്ന് വർണ്ണിക്കാനുള്ള ഒരു വാക്കുകളും കാണുന്നില്ല. ആയിരക്കണക്കിനുള്ള രോഗങ്ങളാൽ വിഷമിക്കുന്നവർക്ക് ആയിരക്കണക്കിനുള്ള പൈസകൾ ചെറുതല്ല, അത് വലുതല്ല. അത് കൊടുത്തുകൊണ്ട് 1000 ആണെങ്കിൽ 1000, 500 ആണ് 500, 5 ആണ് 10 ആണ്, ആയിരങ്ങൾ കൊടുത്തുകൊണ്ട് ആ നൽകുന്ന തേനിന്റെ ബാട്ടിലുകൾ നമ്മുടെ വീട്ടിൽ സൂക്ഷിച്ചാൽ അത് എല്ലാ നിലക്കുള്ള പരയിലേക്കുള്ള, വീടിലേക്കുള്ള, കുടുംബത്തിലുള്ള, വാഹനത്തിലുള്ള, കൃഷികൾക്കുള്ള ഒരു ഹിഫ്ളാണ്, ഒരു കാവലാണ് എന്ന് ഈ തടിച്ചുകൂടിയവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഉമ്മമാരിൽ
ഉമ്മമാർ ആയിരക്കണക്കിന് ഉമ്മമാരുണ്ട്. എന്റെ ശബ്ദം കേട്ടുകൊണ്ടുള്ള ഉമ്മമാരുള്ളാരും ആ ഉമ്മമാരട്ടി ചെന്നുകൊണ്ടുള്ളേ സയ്യിദുനാ തങ്ങളെ സാന്നിധ്യത്തില് നിങ്ങളെ കയ്യിലുള്ള നല്ല സംഭാവനകൾ ഞങ്ങളെ പ്രവർത്തകന്മാർ വരുമ്പോ കൊടുത്തയക്കുള്ളൂ. ലക്ഷക്കണക്കിന് കാശ് തിങ്ങൾക്ക് വേണു, അതുപോലെ ഈ കാര്യക്രമത്തിന് വേണു. എല്ലാ ഉമ്മമാരെ സഹായിക്കുക. ഇന്ത്യത്തോലെ ചക്കരകഞ്ഞി കടത്തിത്തന്നെ, പത്തിരാക്കി കടത്തിത്തന്നെ, അരി കടത്തിത്തന്നെ, നേർച്ച വെക്കണ കുറെ ആളുമാറുള്ളൂ. ഇന്ന് ഇന്ത്യ സുബഹിൽ പിന്നെ ഒരു പെണ്ണിങ് ഒരാളിട്ടി ഒരു പങ്കാറ് കടത്തിരു, ഒരു മോതിര കടത്തിരു. ഇൻഷാ അല്ലാഹ് തങ്ങൾക്ക് ആരക്കിട് തങ്ങൾക്ക് മനസ്സിലാവുന്ന രൂപത്തില് നമ്മുടെ KCN ബസീർ ഹാജി ചൊല്ലു. ആ ഉമ്മ കടത്തിയ സ്വർണത്തെ ആ ഒരു മോതിര ഉമ്മമാരെ ഞങ്ങളുടെ കയ്യിൽ പങ്കാറ് എത്ര മോതിരമുണ്ട്, അതുപോലെ എത്ര മാലകളുണ്ട്, എല്ലാം ഊരി വെക്കുന്ന ഒരു സമയമുണ്ട്. എപ്പോഴും മരിക്കാം, എവിടെയും മരിക്കാം, എങ്ങനെയും മരിക്കാമെന്ന ആത്മീയമായ ബോധമുള്ളവരല്ലേ ഉമ്മമാരെ. അതുകൊണ്ട് പാരത്രിക ലോകത്ത് ഫലപ്പെടാൻ വേണ്ടി നല്ല ചിന്തയോടെ നിങ്ങളുടെ കയ്യിലുള്ള 5-10 മോതിരങ്ങളിൽ നിന്ന് ഒരു മോതിരമെങ്കിലും മഹത്തായ സ്ഥാപനത്തിലേക്ക് നൽകാൻ, ഒരു ചെറിയ മാലയെങ്കിലും നൽകാൻ ഉമ്മമാരെ നിങ്ങളെ മനസ്സ് തുറക്കണമെന്ന ഈ മഹത്തായ സ്ഥാപനത്തിന് വേണ്ടി എളിയ ഖാദിമെന്ന നിലയിൽ ഞാൻ ആവശ്യപ്പെടുകയാണ്. അതുപോലെ തടിച്ചൂര് നിങ്ങളേവരും അതിലൊക്കെ സഹകരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. മാത്രമല്ല നമ്മുടെ സ്ഥാപനത്തിന്റെ കാലണ്ടറുണ്ട്. ഡേറ്റ് നോക്കാനല്ല കലണ്ടർ, ഡേറ്റ് നോക്കാനുള്ള കലണ്ടറായി നിങ്ങൾ കാണേണ്ടതില്ല. ഈ കലണ്ടർ മുഴുവൻ ബറക്കത്തിനുള്ള ഒരു സ്ഥാപനത്തിന്റെ പ്രചരണത്തിന് വേണ്ടിയുള്ള കലണ്ടറുകളാണ്. 20 റുപ്യ എന്ന് പറഞ്ഞാൽ ദിവസേന മെസ്സേജിക്ക് വേണ്ടി, മെസ്സേജ് അയക്കാൻ വേണ്ടി യൂസ് ആകുന്ന ചെറിയ ഒരു എയർടെലിനോ മറ്റുള്ള BSNLകൾക്കും ഇടുന്ന ചെറിയ ഒരു റീചാർജിന്റെ കാശേ ഉള്ളൂ. അതുകൊണ്ട് വീടുകളിലും നമ്മുടെ വീടുകളിലും അങ്ങാടികളിലും എല്ലാ സ്ഥലത്തും അൽ മദീനത്തുൽ മുനവ്വറയുടെ ഒരു കലണ്ടർ ഉണ്ടാവട്ടെ. അതിന് വേണ്ടി 20 ആണെങ്കിൽ 20, അതിൽ നിന്ന് ചുരുങ്ങാത്ത നല്ല സംഖ്യകൾ നമ്മുടെ പാവപ്പെട്ട മക്കൾ ഇങ്ങനെ വരുമ്പോൾ കൊടുക്കണം, നിങ്ങൾ വാങ്ങണം, നിങ്ങളുടെ കുടുംബത്തിലേക്ക് എത്തിക്കണമെന്ന് വളരെ സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തി വേദിയിലുള്ള എല്ലാ സദാത്തുക്കൾക്കും എല്ലാ പണ്ഡിതന്മാർക്കും ഇവിടെ ഒരുമിച്ചുകൂടി എല്ലാ പ്രവർത്തകർക്കും വ്യക്തമാക്കി സ്വാഗതം പറഞ്ഞുകൊണ്ട് ആരും ദീർഘമായെന്ന് കരുതരുത്. ഇത് വലിയൊരു ഭാഗ്യമാണ്. എത്ര സമയമാണെങ്കിലും സയ്യിദുനാ തങ്ങളിരിക്കുകയാണ്. തങ്ങൾ രാത്രി സമയത്ത് ഉറങ്ങാറില്ല. എത്ര വയസ്സുണ്ടെന്ന് മുഖത്തിലേക്ക് നോക്കു നിങ്ങൾ. ഇത്ര വയസ്സുള്ള മഹാൻ ഒരു രാത്രി പോലും ഉറങ്ങാറില്ല. പകൽ സമയത്ത് ദൈനംദിനം നോമ്പനുഷ്ഠിക്കുന്ന മഹാനാണ്. ആ മഹാനുടെ സാന്നിധ്യത്തിൽ ഒന്ന് ചേരാൻ കഴിഞ്ഞല്ലോ. അതുകൊണ്ട് വളരെ വിഷമമാക്കല്ലേ, അതൊരു പ്രശ്നമാക്കല്ലേ. എല്ലാം സഹിച്ചുകൊണ്ടിരിക്കുക. കൈമുസാഫഹത്ത് നടത്തി അദ്ദേഹം നൽകുന്ന ശീലത്തെ വാങ്ങി സന്തോഷത്തോടെ പിരിയാം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ബഷീർ ഹാജി അല്പം ഉറുദുവിൽ 2-3 കാര്യങ്ങൾ പറയാണ്. അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.